മൂന്നാം NDA സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്ന് അധികാരത്തിലേറും വൈകിട്ട് 7:15 രാഷ്ട്രപതി ഭവനിലാണ് ചടങ്ങ്. TDPക്കും JDUവിനും 2 വീതം മന്ത്രിസ്ഥാനങ്ങൾ. അമിത്ഷായും നിതിൻ ഗഡ്കരിയും രാജ്നാഥ് സിംഗും നിർമ്മല സീതാരാമനും മന്ത്രിമാരാകും. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, മൂന്നാം മോദി സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു. ഇനി മണിക്കൂറുകൾ മാത്രം. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായോ? അതുപോലെ തന്നെ ഓരോ മന്ത്രിസ്ഥാനങ്ങളുടെയും ചിത്രങ്ങൾ ഓരോന്ന് തെളിഞ്ഞു വരുന്നു. കൂടുതൽ വിശദാംശങ്ങൾ. തീർച്ചയായും ഇനി മണിക്കൂറുകൾ മാത്രം. 7:15 മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കാനുള്ളത്. രാഷ്ട്രപതി ഭവനിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് സത്യപ്രതിജ്ഞ നടക്കുക. ഏതായാലും സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി തന്നെ ആരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യണം, എത്ര മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഏതാണ്ടൊക്കെ ധാരണയായിരിക്കുന്നു. ഏതാണ്ട് 30-ലധികം മന്ത്രിമാർ പ്രധാനമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ മോദി സർക്കാരുകളിലൊക്കെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിമാരെല്ലാം തന്നെ ഇത്തവണയും ഈ മൂന്നാം തവണയും മോദിയുടെ ടീമിലുണ്ട് എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ടത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷാ, അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രിയായിരുന്ന രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി, നിർമ്മല സീതാരാമൻ, അശ്വിനി വൈഷ്ണവ്, S ജയശങ്കർ, പീയൂഷ് ഗോയൽ, പ്രഹ്ലാദ് ജോഷി, ഹർദീപ് സിംഗ് പുരി, ധർമ്മേന്ദ്ര പ്രധാൻ, അർജുൻ മേഘ്വാൾ, സർബാനന്ദ സോനോവാൾ, പ്രഹ്ലാദ് ജോഷി, പീയൂഷ് ഗോയൽ, കിരൺ റിജിജു തുടങ്ങി നിരവധി കഴിഞ്ഞ മന്ത്രിസഭയിലുണ്ടായിരുന്ന ഭൂരിഭാഗം മന്ത്രിമാരും ഇത്തവണയും മോദി 3.3 മോദിയുടെ മൂന്നാം ഊഴത്തിലും കൂടെയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് പുറമെ കൂടുതൽ പുതുമുഖങ്ങളെ കൂടി, അല്ലെങ്കിൽ കൂടുതൽ പുതിയ ആളുകളെ കൂടി മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതിൽ മധ്യപ്രദേശിലെ മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ, അതുപോലെ തന്നെ മനോഹർലാൽ ഖട്ടാർ തുടങ്ങിയവരും ഈ മന്ത്രിസഭയിൽ ഉണ്ട് എന്നുള്ളതാണ്. TDPക്കും അതുപോലെ തന്നെ JDUവിനും നിലവിൽ 2 മന്ത്രിസ്ഥാനം വീതമാണ് നൽകിയിരിക്കുന്നത്. അതിൽ രാംനാഥ് ടാക്കൂറിനും അതുപോലെ തന്നെ ലലൻ സിംഗിനുമാണ് JDUവിൽ നിന്ന് മന്ത്രിസ്ഥാനം നൽകിയിരിക്കുന്നത്. പുറമെ TDPക്ക് വേണ്ടി ചന്ദ്രശേഖർ പെമ്മസാനി, അതുപോലെ തന്നെ റാംമോഹൻ നായിഡു എന്നിവരാണ് TDPയിൽ നിന്ന് മന്ത്രിമാരാകുന്നത്. ജയന്ത് ചൗധരി RLD, ചിരാഗ് പാസ്വാൻ LJD, ജിതൻ റാം മാഞ്ചി HAM, അനുപ്രിയ പട്ടേൽ അപ്നാദൾ, രാംദാസ് അത്തേവാല റിപ്പബ്ലിക്കൻ പാർട്ടി തുടങ്ങിയവരും ഈ സഖ്യകക്ഷികളിൽ നിന്ന് മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നുണ്ട്. JDSന്റെ HD കുമാരസ്വാമിയും ക്യാബിനറ്റ് പദവിയിലേക്ക് എത്തും. JDSന് 1 മന്ത്രിസ്ഥാനമാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. ഏതാണ്ട് 30-ലധികം പേരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. 7:15 മുതൽ 8 മണി വരെയാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ ചടങ്ങിൽ നിരവധി 7 രാജ്യങ്ങളിൽ നിന്നുള്ള തലവന്മാർ, രാഷ്ട്രത്തിന്റെ തലവന്മാരും പങ്കെടുക്കുന്നുണ്ട്. അത് ശ്രീലങ്ക, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, മൗറീഷ്യസ്, മാലി അടക്കമുള്ള രാജ്യങ്ങളുടെ തലവന്മാരാണ് പങ്കെടുക്കുന്നത്. ഇവരെല്ലാവരും തന്നെ ഇന്നും ഇന്നലെയുമായി രാജ്യ തലസ്ഥാനത്ത് ഡൽഹിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഒരുക്കങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലാണ്. 3 തലത്തിലാണ് സുരക്ഷ ഒരുക്കുന്നത്. ഏതായാലും സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുന്നോടിയായി അല്പസമയം മുമ്പ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ, നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിൽ ഒരു യോഗം ചേർന്നിരുന്നു. അതിൽ പ്രധാനപ്പെട്ട 20 നേതാക്കൾ പങ്കെടുത്തു. രാജ്നാഥ് സിംഗ്, അമിത്ഷാ, JP നദ്ദ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ആ യോഗം അല്പസമയം മുമ്പ് പൂർത്തിയാവുകയും ചെയ്തു. ഏതാണ്ട് ഇനിയിപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയാകാനിരിക്കുന്നു. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയുടെ പേരും ഈ മന്ത്രി പദവിയിലേക്ക് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുരേഷ് ഗോപി അല്പസമയം മുമ്പ് ഡൽഹിയിലേക്ക് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഒരു 30-ന് മുകളിൽ മന്ത്രിമാർ നരേന്ദ്രമോദിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു പുതിയ മന്ത്രിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ആന്റണി, ലോക നേതാക്കളടക്കം നിരവധി പേരാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. മുഖ്യമന്ത്രിക്ക് അടക്കം ക്ഷണം ലഭിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടിയിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയാണ് കേന്ദ്രമന്ത്രിയാകും. മറ്റാർക്കെങ്കിലും സാധ്യതയുണ്ടോ? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും പ്രതിപക്ഷത്തിനും ക്ഷണം ഈ പരിപാടിയിലേക്ക് ലഭിച്ചിട്ടുണ്ട്. കോൺഗ്രസിന് രാവിലെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചത്. ഏതായാലും കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലാണ് മല്ലികാർജുൻ ഖാർഗെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളുമൊക്കെയായി ചർച്ച നടത്തിയതിനു ശേഷമാണ് മല്ലികാർജുൻ ഖാർഗെ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലാണ് ഈ ചടങ്ങിൽ മല്ലികാർജുൻ ഖാർഗെ പങ്കെടുക്കുന്നത്. അതേ
അതേസമയം മറ്റ് കക്ഷികൾ, ഇന്ത്യ മുന്നണിയിലെ മറ്റു കക്ഷികൾ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ്. തൃണമൂൽ കോൺഗ്രസ് ഇന്നലെ തന്നെ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നുള്ളത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇനി CPM അടക്കമുള്ള കക്ഷികളുടെ നിലപാട് അറിയേണ്ടതുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ നിലവിൽ PB യോഗത്തിൽ പങ്കെടുക്കാനായി ഡൽഹിയിലുണ്ട്. അതുകൊണ്ട് തന്നെ കേരള ഹൗസിലേക്കാണ് ഈ ക്ഷണം എത്തിയത്. ഏതായാലും പാർട്ടിയുടെ തീരുമാനമനുസരിച്ചായിരിക്കും മുഖ്യമന്ത്രി അടക്കം ഈ ചടങ്ങിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. ഏതായാലും അത്തരം കാര്യങ്ങൾ നടക്കുന്നു. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി മന്ത്രിയാകുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. സുരേഷ് ഗോപി അല്പസമയം മുമ്പ് കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിക്കുകയും ചെയ്തിരുന്നു. ആ പ്രതികരണത്തിൽ സുരേഷ് ഗോപി പറഞ്ഞത്, മോദി പറഞ്ഞു, താനത് അനുസരിക്കുന്നു എന്നുള്ള കാര്യമാണ് സുരേഷ് ഗോപി പറഞ്ഞത്. മറ്റൊരു പേര് കൂടി കേരളത്തിൽ നിന്ന് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട്. അത് ആരാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത ഇല്ല എന്നുള്ളതാണ് ഒരു കാര്യം. രാജീവ് ചന്ദ്രശേഖരന്റെ അടക്കം പേരുകൾ വീണ്ടും പറഞ്ഞ് കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും അതൊരു സസ്പെൻസായി തുടരുകയാണ്.